അയ്യോ എന്താ വേവില്ലേ ബീഫിനാണോ അതോ ചിക്കനാണോ? ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പോത്തിന്റെ ഈ തൊടനെ നമ്മൾ ഉണ്ടാക്കിയ ഈ ചെങ്കൽ കിണറിലിട്ട് അടിപൊളി റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചെങ്കൽ കിണർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ അത് നോക്കിയിട്ട് വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തൊടനെ ഒന്ന് മസാല വെച്ച് സെറ്റാക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇപ്പോൾ ചെങ്കൽ കിണറുണ്ടാക്കാൻ വേണ്ടിയുള്ള കല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ രണ്ടാളിരിക്കും വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ വെക്കേണ്ടതാണ്. അടിത്തറ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ ബാക്കിയൊക്കെ നിൽക്കുള്ളൂ. അവിടെ നീ ഇവിടെ ഇടാസല്ല, ഒരു സൈഡ് ഇട്ട് വെച്ചോ, കയ്യിലിടാതെ. നമ്മളെ പണി കാണുമ്പോൾ കെട്ടുകാരൻ പണി പോലെ ഇടില്ലേ? തവള തവള നെക്സ്റ്റ് ചെങ്കൽ കിണർ ഒരു പകുതിയായിട്ടില്ല, ഇവിടെ പകുതിയായില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ചാനൽ കൂടി ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്ലോക്സ് ഫോർ പീപ്പിൾ എന്ന പേര്, ചെറിയൊരു പ്രൊമോഷൻ നമ്മുടെ. സോലാ വീട് കെട്ടുമ്പോൾ എനിക്ക് പ്ലാൻ തരാൻ പറഞ്ഞിട്ടുണ്ട് കെട്ടെ. അപ്പോൾ കെട്ടി 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 കിണറിനുള്ളിൽ പെട്ട് ഞാൻ ഇനി എങ്ങനെ പുറത്ത് വരും? ഓ അതാ കല്ലിട്. ഇപ്പം ഇത്രേ ആയിട്ടുള്ളൂ അല്ലേ? എന്താ വെള്ളം കണ്ട? വെള്ളം കണ്ടിച്ചാ ശരി. ഇനി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ ഇത് കാട്ട്, സ്റ്റൂള് ആയത് കൊടുക്കട്ടെ. തടഞ്ഞു വീണു. പിന്നെ അപ്പോൾ നമ്മൾ ഈ കല്ല് വെക്കുമ്പോൾ എപ്പോഴും ഒരേ സൈസിലും ഒരേ ഹൈറ്റിലും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഈ ചളിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പം എത്തിക്കാം. അപ്പോൾ ഈ പോത്തിൻ്റെ തൊടയത്ത ഈ കൊഴുപ്പൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇറച്ചിയിലൊക്കെ വരയിട്ട് കൊടുക്കുക. ആഴത്തിൽ നമ്മൾ വരയിടുന്നു, എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വേഗുള്ളൂ, മസാല കയറുള്ളൂ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നല്ല പോലെ നമ്മൾ ആഴത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പരിപാടി ഇതിൽ മസാല തേക്കലാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പീസ് വെളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബാക്കിയുള്ള ഈ തൊടയിലുള്ള ഇറച്ചിയിൽ നമുക്ക് അടിപൊളി മസാല അങ്ങനെ തേക്കാം. പോത്തിൻകാലുള്ള മസാല തേക്കാം. ആദ്യം മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്,
ബട്ടർ, ഇനി എല്ലാം കൂടെ ഒരു കുഴ. മസാല കണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ബട്ടറൊക്കെ നന്നായി ബട്ടറിനൊക്കെ നമ്മളെടുത്ത് ബട്ടർ അല്ലിട്ടില്ല. ബട്ടറൊക്കെ നന്നായി കുഴച്ചെടുക്കണം. ഇനി മസാലയൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പോണവരെ നല്ല ഡീപ്പായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല ഡീപ്പിൽ ഉള്ളിലങ്ങോട്ട് കയറ്റി വിടുക. അടുത്ത സൈഡും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ പോത്തിൻ്റെ തൊട. അതൊക്കെ എടുത്ത് ഓക്കെ സെറ്റ്. അപ്പോൾ ഈ ചിരട്ടിയും ചകിരിയൊക്കെ ഇട്ടാണ് നമ്മൾ ഇതിനെ കത്തിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ചെടുക്കാം മെല്ലെ ഇട്ടിട്ട്. കത്തട്ടെ. കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കനലൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ച് ഇതാക്കിയെടുക്കാം. തീയൊക്കെ ഒന്ന് കയറണം. എന്നിട്ട് നമ്മളിതിൻ്റെ ചൂടിലങ്ങോട്ട് പിഴുങ്ങിയെടുക്കാം. ചൂടുണ്ടോ ശരിയല്ലേ? നല്ല ചൂടുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ ബീഫ് പോത്തിൻ്റെ തൊട മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടി വെച്ച് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇറക്കി അങ്ങോട്ട് വെക്കാം. അപ്പോൾ ചെങ്കൽ കിണറിൽ നമ്മുടെ ബീഫിൻ്റെ തൊട ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഇനി കുറച്ച് കാത്തിരിക്കണം അല്ലേ? നമുക്കിതിന് മേലെ ഒന്ന് വെയിറ്റ് വെക്കാം. ചെങ്കലൊക്കെ വെച്ചൊന്ന് അടുക്കി വെക്കാം. അടച്ചു വെച്ച മണം വരില്ല വിചാരിച്ച് എന്താ ശരി ഗ്യാപ്പിൽ കൂടെ ഒരു മണം, ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ വരുന്ന മണം ഉണ്ടല്ലോ. വല്ലാത്ത മണല്ലേ? അങ്ങനെ അങ്ങനെ മൊഹബത്ത് അങ്ങനെ അല്ലേ? നല്ല തൊട അല്ലേ? ആ, നല്ല പോത്തിന്റെ തൊട. പോത്തിന്റെ അല്ലേ? നന്നായി അങ്ങോട്ട് പുഴുങ്ങി അങ്ങോട്ട് സെറ്റ് ആവട്ടെ അല്ലേ? അതന്നെ. അപ്പൊ ചെറുതായിട്ട് ചൂട് ഇങ്ങനെ പോകുന്നുണ്ട് ഇടയിൽ കൂടെ. അപ്പൊ നമുക്ക് പറ്റാവുന്നത്ര ഗ്യാപ്പ് ഈ തടിയൊക്കെ വെച്ചൊന്ന് അടച്ചു വെക്കാം. ഉള്ളിൽ നന്നായി വേഗണ സൗണ്ട് ഉണ്ട്. സുഖല്ലേ? ഉണ്ട്. ഓയിൽ ഇട്ടാണ്. ഒരു ഇടുപ്പിന്റെ ഉണ്ട് അല്ലേ ഹൈറ്റ്? അതെ, വയറിന്റെ അല്ല, അവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഞാൻ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് എൻ്റെ എത്ര ഉണ്ടാവുള്ളൂ. ആ കൽച്ചെങ്കൽ ഇറങ്ങി നിൽക്ക്. ചെങ്കൽ ഇല്ല, ചെങ്കലൊക്കെ ഇതിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെങ്കൽ ബാക്കിയില്ല. നമ്മളൊരു 200 ചെങ്കൽ എടുത്തിട്ടുണ്ട്. 200 ചെങ്കൽ കൊണ്ട് ഉണ്ടാക്കിയാണ് നമ്മുടെ ഈ കിണർ. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഷെഹിൽ ചെറുതായി തൊട്ടപ്പോൾ പൊള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂട് എത്രയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ആ, കടുക് മണി പൊട്ടുണ്ട്. നമുക്കൊരു ദോശ ഉണ്ടാക്കിയാലോ? ദോശ ഇടാനുള്ള ചൂടുണ്ട്. ചെങ്കലൊക്കെ ഇങ്ങനെ ചെങ്കൽ പൊടിയൊക്കെ ഇങ്ങനെ കടുക് മണികൾ പൊട്ടുന്നുണ്ട്. ചെങ്കൽ വരുമോ? അപ്പൊ എന്തായാലും ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കിണറിനുള്ളിൽ നമ്മൾ 4 മണിക്കൂർ ഈ പോത്തിൻ്റെ തൊട നമുക്ക് വെക്കാം. അപ്പോൾ ഈ 4 മണിക്കൂറിനുള്ളിൽ ഇതാവും എന്തായാലും അല്ലേ സുഹേലേ? അപ്പോൾ നമുക്ക് ആ 4 മണിക്കൂർ ഒന്ന് ആവണവരെ നമുക്കൊന്ന് പോയിട്ട് ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് വരാം അല്ലേ സുഹേലേ? അപ്പം 4 മണിക്കൂർ ശേഷം നമ്മൾ തുറക്കാൻ പോകണം നമ്മുടെ കിണർ. പോത്തിൻ്റെ തൊടേൻ്റെ ഉള്ളിലിട്ട കിണർ. കല്ല് ചൂടുണ്ട് കേട്ടോ. ചെളി ചൂടുണ്ട്. സാധനം കുഴപ്പനായിക്കില്ല സുഖല്ലേ? എടുക്കണമല്ലേ?
പൊയ്ക്കോ നോക്കിയിട്ട്. അയ്യോ സംഭവം റെഡി. എങ്ങനെയുണ്ട്? എല്ലുന്നൊക്കെ ഊരി വന്നു. പൊടിയായിരിക്കും. വളമ്പി കൊടുക്കാം. അപ്പോൾ ദാ പോത്തിൻ്റെ തൊട റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇട്ടെടുത്തോ. അയ്യോ അപ്പോൾ ദാ മയോനൈസ്. ആദ്യം മയോണൈസ്. അയ്യോ പൊളിച്ചു. ആഹാ കുറച്ച് മാറും ദിവസം അടുത്ത സ്ഥലത്താ വേറെ ലെവല് സാധനം മക്കളെ അല്ലേ? ആ അടിപൊളി. അയ്യോ നോക്ക് ചൂട് അങ്ങനെ ചൂട്. സംഭവം മസാലയൊക്കെ നല്ല ഡീപ്പിൽ പിടിച്ചിട്ടുണ്ടല്ലേ. ഉള്ളിത്തെ സാധനം എടുക്കുമ്പോൾ കുരുമുളക് നല്ല അടിയാണ്. പൊളി പൊളി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് തിന്ന് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് എല്ലാവരും കൊണ്ട് കൊടുക്കാം നമ്മുടെ പിള്ളേർക്കൊക്കെ അല്ലേ? ഇതുപോലെ പഞ്ഞും കട്ട പോലെ വന്നിരിക്കണം. നോക്കുക ബീഫാണ് അല്ലേ? പറയത് ഞാൻ പറയും എമ്മ. ഞാനും ഒരു പീസ് എടുത്ത് മയോണൈസിൽ ഇതാ ഒരു മുക്കുക. അടിപൊളി സാധനം. സംഭവം രക്ഷയില്ല അല്ലേ? ഒന്നും പറയാനില്ല. പോത്തിന്റെ തൊടന ഇത്ര ടേസ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല. വേവിച്ചുണ്ട് പൊളി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് കുറച്ച് ടൈം എടുക്കുന്നു മാത്രല്ലേ ഉണ്ടാക്കാൻ. വീട്ടിലുണ്ടാക്കാം. 10-200 കല്ലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും വീട്ടിലല്ലേ? ഇത് നമ്മൾ ചെങ്കല്ലുണ്ടാക്കുമ്പോൾ ഈ ചെങ്കല്ല് ചൂടായിട്ട് അത് നല്ലപോലെ ഇതിനെങ്ങനെ വേവിച്ചെടുത്താണ് സംഭവം ചെങ്കല്ല്. അതാണ് ചെങ്കലിലേക്ക് ഒരു സ്മോക്ക് ഉണ്ട് അതിൽ. സംഭവം കിടക്കാച്ചായിട്ടാണ് എന്താ പറഞ്ഞത്. കാരണം ആ മയോനൈസിൽ മുക്കിയ സ്ഥലത്തിൽ മുക്കിയിട്ട് തിന്നുമ്പോഴേ മോനെ ഈ പീസ് സൂപ്പറായിട്ട് മോനെ ഒരു രക്ഷയില്ല. അയ്യോ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് തീർക്കുന്ന പറയുന്നത്. നീ മെല്ലെ തീർത്താൽ മതി ഇരുതടാ. നിർത്തല്ലേ അപ്പോൾ സുഖല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തിന്നു തീർക്കും. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി റെസിപ്പി അല്ലേ? അതിനെ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ റിവ്യൂസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്. ഇനിയും നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഇനിയും കുറേ വീഡിയോസ് ഇടും. അപ്പോൾ ഇനി ഒരു അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ. വരെ ബൈ.